മഞ്ഞൾ കൃഷി കേട്ടോ, മഞ്ഞൾ എന്നിട്ട് അടച്ചു വെച്ചിട്ട് അപ്പം നമ്മൾക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു നൈട്രജൻ സോഴ്സ് ആയിട്ടുള്ള കടലപ്പിണ്ണാക്കാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ബക്കറ്റ് ഇതായിരിക്കണു, കടലപ്പിണ്ണാക്ക് കൊടുക്കണം. കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എല്ലുപൊടി, ഇപ്പോൾ എല്ലാം 2 കിലോ വെച്ചിട്ടാണ്, എല്ലാം 2 കിലോ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചാണകം മുകളിലിടാം. നമുക്ക് പിന്നെ വേപ്പൻ പിണ്ണാക്ക്, ഇത് വെച്ചൂര് പശുവിൻ്റെ ചാണകമാണ് കേട്ടോ, ഇത് വെച്ചൂര് പശുവിൻ്റെ ചാണകമാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നിങ്ങൾക്ക് കടലപ്പിണ്ണാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരു പിടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം മതി. നമ്മുടെ ഈ വെള്ളം നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് ആ വെള്ളത്തിന് ഏറ് നിന്നാലും കുഴപ്പമില്ല, കാരണം ഇത് ഈ സാധനങ്ങളൊക്കെ കുതിർന്ന് കഴിഞ്ഞാൽ ഇതിൽ ഡബിളാവും. ഇനിയാണ് ഇതിൽ നമ്മുടെ സൂക്ഷ്മാണുക്കളും നല്ല ബാക്ടീരിയകളും ഇതിൽ വരണത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ദിവസവും 2 നേരം നിങ്ങൾ ഒരേ ദിശയിലേക്ക് ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് 7ാമത്തെ ദിവസം നമ്മൾ എടുക്കുക ഈ സ്ലെറീനെ. ഇപ്പം ഞാൻ 1 കപ്പ് സ്ലെറി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 10 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഏറ്റവും നല്ല ഒരു സംഭവം